ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMC എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിലെ നിലപാടുകളുടെ രാജകുമാരൻ KM ഷാജിയുടെ PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള വീരശൂര പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിലെത്തിയ ശേഷം വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം വിഷയത്തിൽ പിന്നെ ഇനിയിപ്പോ സർക്കാരിന്റെ ഒരു നയം എന്തായിരിക്കും? PM ശ്രീ മുന്നോട്ട് പോകണോ? അതെ, അതിലെന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1000 കോടിയിൽ പരം രൂപയുടെ ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. പലതിനും നമുക്ക് ഫണ്ടില്ലാത്ത വിഷയമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് പിന്നെ UDF ലീഡർഷിപ്പ് അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിന്റെ ഒരു തീരുമാനം പറയും. ഇവിടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനാണെങ്കിൽ പിന്നെ ചർച്ച എന്തിനാണ് എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ PM ശ്രീ ഇങ്ങ് പോരട്ടെ എന്നാണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾക്കൊക്കെ എത്ര നിലപാടാണ് ഒരു കാര്യത്തിലുള്ളതെന്ന് എങ്ങനെ ചോദിക്കാതിരിക്കും? വേണം എന്നും വേണ്ട എന്നുമല്ല, വേണ്ടണം എന്നാണ് മന്ത്രി ഷംസുദ്ദീന്റെ അഭിപ്രായം.